ലൈംഗിക പ്രശ്നവുമായിട്ട് വന്ന ജോലിയോ സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ലാത്ത രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു യുവതിയുടെ കയ്യിൽ നിന്നും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഭീമമായ ഒരു തുക ഈടാക്കുന്നു. എന്തിനാണെന്നോ, ആ സ്ത്രീക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു ശസ്ത്രക്രിയ നടത്തുവാൻ. ഒരു സ്ത്രീയെ നോക്കി അവളുടെ ഭർത്താവ് ആക്ഷേപിക്കുകയാണ്, പ്രസവത്തിന് ശേഷം നിന്റെ ശരീരം ഉപയോഗശൂന്യമായെന്നും നിന്റെ യോനി ലൂസായി പോയി എന്നുമൊക്കെ. മനം നൊന്ത് അവളൊരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ആ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ സ്ത്രീയുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നും ഇവളുടെ ഭർത്താവ് ഇവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് എന്നുമൊക്കെ. പക്ഷേ എന്നിട്ടും ആ ഡോക്ടർ അവളെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കടത്തി ശസ്ത്രക്രിയ നടത്തുന്നു. ആവശ്യമില്ലാത്ത തുന്നലുകൾ ഇടുന്നു. ഇത് സത്യത്തിൽ ഒരു ചികിത്സയല്ല, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അജ്ഞത മുതലെടുത്ത് അവരുടെ അവസാനത്തെ സമ്പാദ്യവും അപഹരിക്കുന്ന ക്രൂരമായ ഒരു മെഡിക്കൽ ബിസിനസ്സാണ്. ശാസ്ത്രത്തിന്റെ പേരിൽ ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഡോക്ടറിന്റെ മെഡിക്കൽ ലൈസൻസ് ഉള്ള പകൽക്കൊള്ള. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിതാമണി അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന കുറ്റസമ്മതത്തെക്കുറിച്ചാണ്. ഒരു ഡോക്ടറിന്റെ മെഡിക്കൽ എത്തിക്സ് എത്രത്തോളം അധപതിച്ചു എന്നുകൂടെ തെളിയിക്കുന്ന ഒന്നാണ് ഈ വീഡിയോ. വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് വെജൈനൽ ടൈറ്റനിങ്ങിന് വരാറുണ്ട്. അതായത് ഇത് ലൂസായി പ്ലഷർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പേഷ്യൻ്റ് ഭയങ്കര ഒരു പാവപ്പെട്ട വീട്ടിലെ പേഷ്യൻ്റ് ആട്ടോ. ഈ പെൺകുട്ടി എവറി 2-3 ഇയേഴ്സ് ആകുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവർക്ക് വെജൈന ടൈറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോൾ 2 ചെറിയ കുട്ടികളേക്കേ ഉള്ളൂ, പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അപ്പം ഇതൊക്കെ എക്സ്പെൻസീവ് പ്രൊസീജിയർ അല്ലേ, ഇത് എന്തിനാ ചെയ്യണം? ഇപ്പം അവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് ഫുൾ ടൈം വേറെ സ്ത്രീകളുടെ കൂടെ പോവും. ആള് പറയണ എന്താന്ന് വെച്ചാൽ നിന്റെ ഡെലിവറി കഴിഞ്ഞ് നിന്നെ ഒന്നും കൊള്ളൂല, നിന്റെ സാധനം ലൂസാ, അതുകൊണ്ടാണ് ഞാൻ പോണേന്നും പറഞ്ഞാണ് ഈ പോകുന്നത്. അപ്പം ഈ പെൺകുട്ടി ആക്ച്വലി ജോലിയൊന്നുമില്ല, ഭയങ്കര പാവപ്പെട്ട. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മാനസികമായിട്ട് മുതലെടുക്കുന്നതാണ് അയാൾ. ഇപ്പം ഇയാൾക്ക് ഇത് ഉണ്ടായിട്ടൊന്നല്ല, അയാൾ പോകുന്നതിന് ഒരു കാരണം കണ്ടുപിടിക്കുന്ന. ഈ പെൺകുട്ടിക്ക് അത് എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ആദ്യം അവർ വന്നപ്പം അവർ ലേസറിനാണ് വന്നത്. ലേസർ ടൈറ്റനിങ് ചെയ്തു, അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങും ചെയ്തു, ടൈറ്റ് ചെയ്തു. 1 ഇയർ കഴിഞ്ഞ് എന്നിട്ട് ഇവർ പറയാണ് പിന്നെ ആൾ പോയി തുടങ്ങി. അപ്പം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ദൈവം സഹായിച്ച അതിനകത്ത് ഒരു ലൂസ്നെസ്സും ഇല്ല. അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റ്. ഇപ്പം പലതും നമ്മൾ ശ്രമിച്ചാൽ ഇവർക്ക് അവിടെ തൂങ്ങി കിടക്കണം. ഇവർക്കൊരു വിക്ടിം മെന്റാലിറ്റിയാണ്. ഈ വീഡിയോയിൽ ഡോക്ടർ പറയുന്ന കഥ ഇതാണ്. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീ ഡോക്ടറിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മറ്റ് സ്ത്രീകളുടെ പുറകെ പോകുന്നത് ഇവരുടെ ലൂസ് ആയിട്ടുള്ള യോനി കാരണമാണ് എന്നാണ് ഈ സ്ത്രീ വിശ്വസിക്കുന്നത്. ഈ സ്ത്രീക്ക് ജോലിയില്ല, പണമില്ല, 2 കുട്ടികളുമുണ്ട്. ഡോക്ടർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് ശാരീരികമായിട്ട് യാതൊരു കുഴപ്പവുമില്ല എന്നും അവളുടെ ഭർത്താവ് അവളെ മാനസികമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് എന്നുമൊക്കെ. എന്നിട്ട് ഡോക്ടർ ചെയ്തതോ, നിർധനയായ സ്ത്രീയെ ലേസർ ചികിത്സയ്ക്കും സർജറിക്കുമൊക്കെ വിധേയമാക്കുന്നു. ഇതിൻ്റെ അകത്തെ വിരോധാഭാസം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. രോഗിക്ക് യാതൊരു ശാരീരിക കുഴപ്പവുമില്ലെന്ന് ബോധ്യമുള്ള ഒരു ഡോക്ടർ പിന്നെ എന്തിനാണ് ശസ്ത്രക്രിയ നടത്തുന്നത്? അതും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയിൽ. കേരളത്തിൽ ഈ വെജിനൽ ടൈറ്റനിങ് എന്ന് വിളിക്കുന്ന സദാചാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഒക്കെ ഈടാക്കുന്നത് ഏകദേശം 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. ഇതവർ ചെയ്യുന്നത് പലപ്പോഴും യാതൊരു അസുഖമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള സ്ത്രീകളിലാണ്. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത് സത്യത്തിൽ ചികിത്സയാണോ അതോ പരസ്യമായിട്ട് നടത്തുന്ന തട്ടിപ്പാണോ? ഡോക്ടർ ഈ വീഡിയോയിൽ പറയുന്ന നുണയെ നമുക്ക് ശാസ്ത്രം കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാം. ഈ യോനി എന്ന് പറയുന്നത് വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള മസിൽസുകളാൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അവയവമാണ്. അത് പ്രസവ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ തല പുറത്തു വരാൻ പാകത്തിൽ വികസിക്കുവാനും അതിനുശേഷം പഴയതുപോലെ തന്നെ തിരിച്ചു വരാനും ഒക്കെ പ്രകൃതി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു അവയവമാണ്. അല്ലാതെ ഇത് ഈ പ്ലാസ്റ്റിക് ബാഗൊക്കെ വലിഞ്ഞു പോകുന്നത് പോലെ സ്ഥിരമായിട്ട് വലിഞ്ഞു പോകുന്ന ഒരു അവയവമല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്കും അവരുടെ പങ്കാളികൾക്കുമൊക്കെ പ്രസവത്തിന് ശേഷം യോനി ലൂസായി പോയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത്? ഇത് സത്യത്തിൽ യോനിയുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മളുടെ ശരീരത്തിലെ പേശികളുടെയും നാഡീവ്യവസ്ഥയുടെയും ഒക്കെ പ്രവർത്തനത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി അത്ലറ്റിക് ഇവന്റ് മാതിരിയാണ്. പ്രസവത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ പേശികൾ അമിതമായിട്ട് വലിയും. അപ്പോൾ പ്രസവത്തിന് ശേഷം അത് പഴയതുപോലെ ബലപ്പെടുത്താനായിട്ട് കൃത്യമായ വ്യായാമം ആവശ്യമാണ്. ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് പഴയ വലിപ്പത്തിലേക്ക് ഉടനെ വരണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് പെൽവിക് ഫ്ലോർ പേശികളും.
അത് അയഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രിപ്പ് കുറഞ്ഞതായിട്ട് തോന്നും. ഇതിനെയാണ് പലരും യോനി ലൂസായി എന്ന് തെറ്റായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇത് നേരെയാക്കാൻ നിങ്ങൾ ആ പേശികളെ ഒരു ചിട്ടയായ വ്യായാമത്തിലൂടെ ബലപ്പെടുത്തിയാൽ മാത്രം മതി. അല്ലാതെ ഈ കീറിയ തുണിയൊക്കെ തുന്നിക്കെട്ടുന്നത് മാതിരി നിങ്ങളുടെ യോനിക്കുള്ളിലെ മസിൽസുകളെ സർജറിയിലൂടെ തുന്നിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രവുമല്ല, പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഉറക്കമില്ലായ്മ, കുഞ്ഞിനെ പറ്റിയുള്ള ആശങ്കകൾ, സ്വന്തം ശരീരത്തെ പറ്റിയുള്ള അപകർഷതാബോധം, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ നാഡീവ്യവസ്ഥയെ ബാധിക്കും. നിങ്ങളുടെ മനസ്സ് ഭയത്തിലോ സമ്മർദ്ദത്തിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യോനിയിലെ പേശികൾ ഉത്തേജനത്തോട് ശരിയായിട്ട് പ്രതികരിക്കത്തില്ല. മനസ്സ് അൺപ്ലഗ്ഡ് ആയി കഴിഞ്ഞാൽ ശരീരം മരവിച്ചതായിട്ട് തോന്നും. ഈ മരവിപ്പിനെയാണ് പല സ്ത്രീകളും യോനി ലൂസായി, എനിക്ക് ഫീലൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പരാതിപ്പെടാൻ കാരണം. അപ്പോൾ ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ചെയ്യേണ്ടത് ആ സ്ത്രീക്കും അവരുടെ പങ്കാളിക്കും ലൈംഗികതയിൽ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഈ പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് മാറുന്നത് എന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഒരു പെൽവിക് ഫ്ലോർ ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞു വിടുകയാണ്. 12 ആഴ്ച കൃത്യമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ആ പേശികൾക്ക് നഷ്ടമായ ആ പഴയ ഗ്രിപ്പ് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്ന അറിവിനാണ് പ്രായോഗിക ലൈംഗിക പരിജ്ഞാനം അഥവാ ഫങ്ഷണൽ സെക്ഷൽ നോളജ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു പ്രായോഗിക ലൈംഗിക പരിജ്ഞാനം ഇന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇത് അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള ഒരു എളിമ അവർ കാണിക്കാറുമില്ല. ഡോക്ടർമാരെ ജനങ്ങൾ ദൈവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിന് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ അവർക്ക് അറിയാവുന്നത് അവർ ചെയ്യും. അത് ആ പ്രശ്നവുമായിട്ട് വന്ന വ്യക്തിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് തന്നെ കാണാൻ വന്ന ആ സ്ത്രീക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള ബോധ്യം ഡോക്ടർ അനിതാമണിക്ക് വ്യക്തമായിട്ടുണ്ടായിട്ട് പോലും ആ സ്ത്രീയുടെ നിർബന്ധം പ്രകാരമാണ് താൻ ഈ സർജറി ചെയ്യുന്നത് എന്ന് വരുത്തിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായവുമൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പ് ചികിത്സ നടത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വിഷാദ രോഗിയായ വ്യക്തി ചെന്നിട്ട് ഡോക്ടറിൻ്റെ അടുക്ക പറയുകയാണ്, ഡോക്ടറെ, എൻ്റെ ഈ കൈ എന്നെ കൊണ്ട് പൈശാചിക പ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്നു, നിങ്ങളിതെനിക്കൊന്ന് മുറിച്ച് മാറ്റി തരണം. നിങ്ങൾ എത്ര പൈസ കൊടുത്താലും എത്ര നിർബന്ധിച്ചാലും ഒരു ഡോക്ടർ അത് ചെയ്യുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? അത് തെറ്റാണെന്നും ആ വ്യക്തിക്ക് വേണ്ടത് ശസ്ത്രക്രിയയല്ല മറിച്ച് ശരിയായ അറിവാണ് എന്നുമൊക്കെ ആ ഡോക്ടറിന് അറിയാം. മാത്രവുമല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ മെഡിക്കൽ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ തട്ടിപ്പാണ് കേരളത്തിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി ക്ലിനിക്കുകളിൽ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായിട്ട് നടക്കുന്നത്. പ്രസവത്തിന് ശേഷം ശരീരം മോശമായി എന്ന് കരുതി അല്ലെങ്കിൽ പങ്കാളിക്ക് തൃപ്തിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്ത്രീകളുടെ ആത്മവിശ്വാസമില്ലായ്മയും അറിവില്ലായ്മയും അരക്ഷിതാവസ്ഥയും ഒക്കെ ഡോക്ടർമാർ തന്നെ മുതലെടുത്ത് ചൂഷണം ചെയ്യുന്നു. ഒരു വിഷാദ രോഗിയുടെ കൈ അവൻ്റെ മാനസിക അവസ്ഥ മുതലെടുത്ത് പൈസയ്ക്ക് വേണ്ടി മുറിച്ചു മാറ്റുന്ന അതേ തെണ്ടിത്തരം തന്നെയാണ് ഡോക്ടർ അനിതാമണി ഇവിടെ അവരെ സമീപിച്ച ആ നിർധനയായ യുവതിയോടും അവരുടെ MBBSൻ്റെയും MDയുടെയും മെഡിക്കൽ ലൈസൻസിൻ്റെയും ഒക്കെ ബലത്തിൽ ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ ഈ ഡോക്ടർ ഈ പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം മാത്രമല്ല അപഹരിക്കുന്നത്, ഒരു ക്രൂരനായ പങ്കാളിയുടെ പീഡനത്തെ ശസ്ത്രക്രിയയിലൂടെ ശരിവെക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഡോക്ടർ അനിതാമണി നടത്തിയത് ഒരു തട്ടിപ്പ് ശസ്ത്രക്രിയ തന്നെയായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ആ ചികിത്സയ്ക്ക് വിധേയമായ സ്ത്രീ അവരുടെ നിരാശ 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ച് വീണ്ടും ഡോക്ടറിന്റെ അടുക്കൽ തന്നെ തിരിച്ചെത്തിയത്. തികച്ചും മനുഷ്യത്വരഹിതമായിട്ട് ചൂഷണത്തിന് ഇരയായ ഒരു സ്ത്രീയെ പഴിചാരുന്ന ഒരു ഡോക്ടറിനെയാണ് നമുക്ക് അന്നേരം കാണുവാൻ സാധിക്കുന്നത്. ദൈവം സഹായിച്ച അതിനകത്ത് ഒരു ലൂസ്നെസ്സും ഇല്ല. അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റ്. ഇപ്പം പലതും നമ്മൾ ശ്രമിച്ചാൽ ഇവർക്ക് അവിടെ തൂങ്ങിക്കിടക്കണം. ഇവർക്കൊരു വിക്ടിം മെന്റാലിറ്റിയാണ്. ഡോക്ടർ അനിതാമണി, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറ്റ വർത്താനം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ പറയത്തില്ല. പൂർണ്ണ ആരോഗ്യമുള്ള നിർധനയായ ഒരു സ്ത്രീയെ അവരുടെ അജ്ഞത മുതലെടുത്ത് രോഗിയാക്കി മാറ്റി തട്ടിപ്പ് ചികിത്സ നടത്തിയതിന് ശേഷം അവർ നിരാശ വർദ്ധിച്ച് നിങ്ങളുടെ അടുക്ക തിരിച്ചു വന്നപ്പോൾ വിക്ടിം മെന്റാലിറ്റിയാണ് പോലും. എങ്ങനെയാണ് ഒരു ഡോക്ടറിന് ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നത്? ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഡോക്ടർമാർ മനുഷ്യനെ മുറിച്ചു മാറ്റുകയും ശസ്ത്രക്രിയ ചെയ്യുകയും തുന്നിക്കെട്ടുകയും ഒക്കെ ചെയ്യേണ്ട അവയവങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് കാണുന്നത്. യൂറോളജി, ഗൈനക്കോളജി, സൈക്കാട്രി, നെഫ്രോളജി, കാർഡിയോളജി എന്നിങ്ങനെ. അല്ലാതെ അവർ മനുഷ്യനെ മൊത്തത്തിൽ കാണുവാനും അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കുവാനും ഒന്നുമല്ല ഇവർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ മുറിച്ചു മാറ്റുകയും തുന്നിക്കെട്ടുകയും ഒക്കെ ചെയ്യുന്ന അവയവങ്ങളുടെ അറ്റത്ത് ജീവനും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യനുമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാകാത്തത്. ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം കൂടെ അറിഞ്ഞിരിക്കണം. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ സെക്ഷൽ നോളജ് എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം കൂടാതെ തന്നെ പരിഹരിക്കാൻ പറ്റും. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്ത് പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ ഒരു പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ ബോഡികളിലൊന്നായ അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് വെജിനൽ ടൈറ്റനിങ് പോലെയുള്ള ശസ്ത്രക്രിയകൾ ആവശ്യമില്ലാത്തതും അപകടകരവുമാണ് എന്നാണ്. അമേരിക്കയുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന മുന്നറിയിപ്പും യോനി ദൃഢീകരണത്തിനായിട്ട് ലേസർ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ്. ഇത്തരം ലേസർ ചികിത്സകൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്നും FDA പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ അനിതാമണി ഇത് ചെയ്യുന്നതും തൻ്റെ തട്ടിപ്പ് ഒരു വിജയഗാഥയായിട്ട് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നതുമൊക്കെ? അതിൻ്റെ കാരണം അവരൊരു ഡോക്ടറിനെക്കാട്ടിലും ഉപരി യാതൊരു ബിസിനസ് എത്തിക്സും ഇല്ലാത്ത ഒരു കച്ചവടക്കാരിയായതുകൊണ്ടാണ്. വെറും 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ലേസറും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പാവപ്പെട്ട സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായിട്ട് ദ്രോഹം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും അത് ആ ഡോക്ടറിനെ സംബന്ധിച്ച് വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു കച്ചവടമാണ്. നേരെ മറിച്ച് ആ സ്ത്രീയെ അവർക്ക് പ്രയോജനം ചെയ്യുന്ന 12 ആഴ്ച നീണ്ടു നിൽക്കുന്ന 18,000 രൂപയുടെ ഒരു ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞു വിടുന്നത് ആ ഡോക്ടറിനെ സംബന്ധിച്ച് ഒരു നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ടാണ് കിട്ടിയ അവസരം മുതലാക്കി ഈ പെൺകുട്ടിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായവുമൊക്കെ പറഞ്ഞ് സർജറി ചെയ്യുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഡോക്ടർ ആ സ്ത്രീയെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതായത് ഈ വെജിനൽ ടൈറ്റനിങ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്പൻഡിസൈറ്റിസിൻ്റെയോ ഹെർണിയുടെയോ ഒക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ സർജറി ചെയ്ത് പരിഹരിക്കേണ്ട ഒരു രോഗമല്ല എന്നും ഇതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളില്ല എന്നും മാത്രവുമല്ല അപകട സാധ്യതയുണ്ട് എന്നും, ഇനി ഇത് നിങ്ങൾ ചെയ്താൽ പോലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണെന്നും നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ നിരാശ കൂടുതൽ വർദ്ധിക്കാനും ഇടയാകും എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഈ ഡോക്ടർ ഈ സ്ത്രീക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സ്ത്രീ ഇവരുടെ സർജറിക്ക് കൊണ്ട് തല വെച്ച് കൊടുക്കുമെന്ന്? പക്ഷേ അന്നേരം ഒരു കുഴപ്പമുണ്ട്, ഡോക്ടറിൻ്റെ സർജറി വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അധികം വിശദീകരിക്കാതിരിക്കാൻ പോകുന്നതാണ് ഏറ്റവും ഉചിതം. ഇതിനാണ് പറയുന്നത് ക്രിമിനൽ ബുദ്ധി എന്ന്. അപ്പോൾ താൻ നടത്തിയ ഈ തട്ടിപ്പ് ചികിത്സ സോഷ്യൽ മീഡിയയിൽ ഒരു വിജയഗാഥയായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇരകളെ കിട്ടുമെന്ന് കച്ചവടക്കാരിയായ ഡോക്ടറിന് നല്ലതുപോലെ അറിയാം. ഡോക്ടർ അനിതാമണി അവരുടെ കച്ചവടത്തിൽ എത്രത്തോളം മുഴുകിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവരുടെ വാക്കുകളിലെ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമുക്ക് അവർ ഇവിടെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളിലെ വൈരുദ്ധ്യം ഒന്ന് വിശകലനം ചെയ്യാം. തന്നെ കാണാൻ വന്ന ആ സ്ത്രീ ആരോഗ്യവതിയാണ് എന്ന് ഡോക്ടർ തന്നെ പറയുന്നു. തൊട്ടു പിന്നാലെ അവരെ ലേസർ ചെയ്യുകയും ടൈറ്റായിട്ട് തുന്നിക്കെട്ടി എന്നുമൊക്കെ പറയുന്നു. അവൾ ഭയങ്കര പാവപ്പെട്ടവളാണ് എന്ന് പറയുന്നു. എന്നിട്ടും ലക്ഷങ്ങൾ വിലയുള്ള ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ലാത്ത ഒരു പ്രയോജനവുമില്ലാത്ത സർജറി അവൾക്ക് വിൽക്കുന്നു. ഭർത്താവ് നിങ്ങളെ മാനസികമായിട്ട് മുതലെടുക്കുകയാണ് എന്ന് പറയുന്നു. എന്നിട്ടും ഭർത്താവിൻ്റെ മുതലെടുപ്പിന് ഒരു ശസ്ത്രക്രിയയിലൂടെ അംഗീകാരം നൽകുകയും ചെയ്യുന്നു. ഇത് സത്യത്തിൽ വെറുമൊരു അബദ്ധമല്ല. ഇവിടെ നിങ്ങൾ കാണുന്നത് മെഡിക്കൽ ലോജിക്കിൻ്റെ ഒരു സമ്പൂർണ്ണ തകർച്ചയാണ്. സ്വന്തം വാക്കുകളിലെ വൈരുദ്ധ്യം പോലും കാണാനുള്ള ഒരു കഴിവ് ഇവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇതിന് സൈക്കോളജിയിൽ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അതായത് മെഡിക്കൽ അറിവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതാകുന്ന ഒരു അവസ്ഥ. ഒരു ഡോക്ടറിൻ്റെ വെള്ളക്കുപ്പായം സെയിൽസ് യൂണിഫോമായിട്ട് മാത്രം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ഒരു സ്ത്രീ പീഡിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ ആ പീഡനത്തിന് വൈദ്യശാസ്ത്രത്തിൻ്റെ മുദ്ര പതിച്ചു നൽകുന്നു. ചികിത്സിക്കേണ്ട കൈകൾ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വൈദ്യശാസ്ത്രത്തിന് തന്നെ അപമാനമാണ്. ഈ സ്ത്രീ ഇവിടെ നേരിട്ട ദുരിതം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുരിതം മാത്രമല്ല. എല്ലാ ദിവസവും ഇവരെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിലെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ ലൈംഗിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പിന് ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രായോഗിക ലൈംഗിക പരിജ്ഞാനം ജനങ്ങൾക്കും ഇല്ലാത്തത് കൊണ്ട് അവർ ഈ തട്ടിപ്പിന് ഇരകളായി എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശാസ്ത്രമാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നതും ജനങ്ങളുടെ ഇടയിലുള്ള പൊതുവെയുള്ള ഒരു ധാരണയുമൊക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയുമില്ലാത്ത അന്താരാഷ്ട്ര മെഡിക്കൽ സംഘടനകൾ പോലും വിലക്കുകയും അനുമതി നൽകുകയും ഒന്നും ചെയ്യാത്തതുമായിട്ടുള്ള തട്ടിപ്പ് ചികിത്സകളായ G-സ്പോട്ട് ഇഞ്ചക്ഷൻ, തിക് ഹൈമൻ സർജറി, ഹൈമനോപ്ലാസ്റ്റി, വെജിനൽ ടൈറ്റനിങ്, മാസ്റ്റുർബേഷൻ ഡി അഡിക്ഷൻ, പോൺ ഡി അഡിക്ഷൻ, ഓ ഷോട്ട് അഥവാ ഓർഗാസം ഷോട്ട്, അബ് റിയാക്ഷൻ എന്ന് തുടങ്ങിയ തട്ടിപ്പ് ചികിത്സകളൊക്കെ
പരസ്യമായിട്ട് തന്നെ നടത്തുവാൻ സാധിക്കുന്നത്? അതോ ഇനി ഇതും നിങ്ങൾ സ്ഥിരം പറയാറുള്ളത് പോലെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വാദിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർമാരും ഫുട്പാത്തിലിരുന്ന് കുപ്പി ബോട്ടിലിൻ്റെ അകത്ത് ലൈംഗിക വർധന ലേഹ്യങ്ങൾ വിൽക്കുന്ന ലാടന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരും സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. എത്ര വലിയ തട്ടിപ്പ് ചികിത്സകൾ പരസ്യമായിട്ട് നടത്തിയാൽ പോലും ഇവരെ പോലെയുള്ള ഡോക്ടർമാർക്ക് പ്രത്യാഘാതമോ നിയമ നടപടികളോ ഒന്നും തന്നെ നേരിടാതെ തടി കഴിച്ചിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം. കാരണം ഇതൊരു മാഫിയ സ്റ്റൈലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു കൂട്ടുകൃഷി കൂടെയാണ്. ഇതിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അഥവാ പരിചരണത്തിൻ്റെ നിലവാരം. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഡോക്ടർ അനിതാമണി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിൽ വിറ്റഴിക്കുന്നത് അത്യന്തം ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രസവത്തോടുകൂടെ ഒരു സ്ത്രീയുടെ യോനി ഉപയോഗശൂന്യമാകുമെന്നും അത് പരിഹരിക്കുവാനായിട്ട് എത്ര പാവപ്പെട്ട സ്ത്രീയാണെങ്കിലും ഒരു സർജറി തന്നെ വേണമെന്നുമൊക്കെയുള്ള വളരെ ഹാനികരമായിട്ടുള്ള ഒരു ചിന്തയാണ് അവർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ എത്തിക്കുന്നത്. ജനങ്ങളെ ശാസ്ത്രീയമായി ബോധവൽക്കരിക്കേണ്ട ഡോക്ടർമാർ തന്നെ നിങ്ങളെ തട്ടിപ്പിനും ചൂഷണത്തിനുമൊക്കെ ഇരകളാക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതും നമ്മൾ തന്നെയാണ്. ഡോക്ടർ അനിതാമണി, നിങ്ങളെ ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സെക്സിനെ പറ്റി ഒരു പൊതുവേദിയിൽ സംവാദത്തിന് വരാൻ? നമ്മൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളുടെ സത്യം ഇന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ജനങ്ങളെല്ലാവരുടെയും കയ്യിലുണ്ട്. അവരെ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലുള്ള ഒരു പരിജ്ഞാനം സത്യത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന്. അല്ലാതെ സ്റ്റുഡിയോയിലിരുന്ന് ഈ കുണ്ടിയും കൈമുട്ടും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത ആങ്കർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്. എന്താ ഡോക്ടർ അനിതാമണിക്ക് ധൈര്യമുണ്ടോ?